എന്താണ് അസുഖത്തിന്റെ പേര്? അമീബ. ആ രോഗത്തിന്റെ മുഴുവൻ പേര് അമീബിക് മസ്തിഷ്ക ജ്വരം എന്നാണ്. അതെങ്ങനെയാണ് ഉണ്ടാവുന്നത് എനിക്കറിയോ? കെട്ടി നിൽക്കുന്ന വെള്ളത്തിലൊക്കെ കുളിച്ചാൽ, ഒഴുകി പോകാത്ത വെള്ളത്തിലേക്ക് കുളിച്ചാൽ ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നല്ല ശുദ്ധജലത്തിലേ കുളിക്കണം. ഇപ്പൊ തോട്ടിലൊക്കെ വെള്ളം ഉണ്ടാവും, പാടത്ത് വെള്ളം ഉണ്ടാവും, കുഴികളൊക്കെ ഉണ്ടാവും. അവിടെ പോയി കുളിക്കാൻ പാടുണ്ടോ? ഇപ്പൊ കുളിച്ച അസുഖം വരാൻ സാധ്യതയുണ്ട്. മക്കൾ എന്ത് ചെയ്യാ? പോവാതിരിക്കട്ടോ. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. നമ്മളെ വീട്ടില് നമ്മളെ കിണറിൽ ക്ലോറിനേഷൻ ചെയ്യണം. ഒരു ബ്ലീച്ചിങ് പൗഡർ ഇട്ടിട്ട് കിണറിലെ വെള്ളം ശുദ്ധീകരിക്കണം. അത് ആരാ ചെയ്യേണ്ടത്? നിങ്ങളല്ല. നിങ്ങളെ വീട്ടിലെ അച്ഛനോ അമ്മയോ ഉമ്മയൊക്കെ എന്ത് ചെയ്യാം? ഒത്തിരി ഒരു ബക്കറ്റിലാക്കിയിട്ട് അത് ചെയ്യണം. ഒരു വർഷത്തിൽ 2-3 തവണ ചെയ്യണം. അങ്ങനെയൊക്കെ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ നമ്മളിത് ശ്രദ്ധിക്കേണ്ടത്, നമ്മളെ സ്കൂളിൽ ചെയ്തിട്ടോ, നമ്മളെ സ്കൂളിൽ ടീച്ചർ നമ്മളെ കിണറ്റിൽ ചെയ്തിട്ടുണ്ട്. നമ്മളെ കിണർ ശുദ്ധമാണ്. അതുപോലെ കൈയും വായും മുഖമൊക്കെ കഴുകിയിട്ട് ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. നിങ്ങൾ കേൾക്കാറുണ്ടോ? ഇവരൊക്കെ കളിച്ച് ഓടി വന്ന് ചോറുന്നാൻ പറ്റുമോ? സോപ്പിട്ട് കൈ കഴുകണം. വെറുതെ കൈ കഴുകിയിട്ട് കാര്യമുണ്ടോ? സോപ്പിട്ട് കൈ കഴുകണം. പിന്നെ ജലാശയങ്ങൾ, നമ്മളെ നാട്ടിൽ ഒരുപാട് ജലാശയങ്ങൾ ഉണ്ടാവും. അത് നമ്മൾ മലിനാക്കരുത്. വേസ്റ്റ് കൊണ്ടെങ്ങാണ്ട് കുളത്തിലിടാൻ പാടുണ്ടോ? ജലാശയം മലിനമായതുകൊണ്ടാണ് അവിടെ ഈ രോഗാണുണ്ടായത്. എന്താ? കുളങ്ങള്, തോട്, ജലം കിട്ടുന്ന സ്ഥലം കേട്ടോ, അതാണ് ജലാശയം. ഏതൊക്കെ ജലാശയങ്ങള്? പുഴ, തോട്, കുളം, കിണർ ഒക്കെ ആയിപ്പാട്ട് തന്നെയാണ്. ജലസ്രോതസ്സുകളാണ്. കടല്. അതെ. അപ്പൊ നമ്മൾ കടലിൽ നമ്മൾ കുളിക്കലില്ല. പക്ഷെ എന്തായാലും കടലടത്ത് നമ്മൾ എന്ത് ചെയ്യരുത്? നമ്മൾ മലിനമാക്കരുത്. നിങ്ങൾ നോക്കുമല്ലോ, നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പൊ കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ ആരും കുടിക്കാൻ പോകരുത്. നല്ല ശുദ്ധമായ വെള്ളത്തിലേ കുടിക്കാൻ പാടുള്ളൂ. ഈ അസുഖം പടർന്നു പിടിക്കാണ്. പലരും മരിച്ചുപോയി. നിങ്ങളെ പോലെ 1 മുതൽ 5 വരെ ക്ലാസ് പഠിക്കുന്ന കുട്ടികളൊക്കെ പലരും മരിച്ചുപോയി. അവർക്ക് ജീവിക്കണ്ടേ? അവർക്ക് മരിക്കാൻ ഇഷ്ടമുണ്ടായിരുന്നോ? അപ്പൊ മക്കളെല്ലാവരും നല്ല വൃത്തിയിൽ നടക്കണം കേട്ടോ. വൃത്തിയിൽ നടക്കുന്ന ഉറപ്പിൽ കൈ കൊട്ടിയ ആ കൈ താത്തിയെ. നിങ്ങൾക്ക് ഈ അസുഖം വരുമോ ഇല്ലേ? വരൂല എന്ന് ഉറപ്പിൽ പറഞ്ഞ വരാതിരിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ശുദ്ധമായ വെള്ളത്തിൽ കുടിക്കണം. നമ്മളെ കിണറും നമ്മളെ പരിസര